ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക്. ദോഹയിൽ നടന്ന ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർ മത്സരത്തിൽ UAEക്കെതിരെ 32 പന്തിലാണ് സൂര്യവംശി സെഞ്ചുറി നേടിയത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 24ാം ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 10 മെഡലുകൾ നേടി ഇന്ത്യ ജേതാക്കളായി. കാഴ്ചപരിമിതരുടെ പ്രഥമ വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. കൊളംബോയിൽ നടന്ന ഫൈനലിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ചൂടിയത്. ലോകസമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തി കായിക സംഘടനയായ ഫിഫ. പ്രഥമ പുരസ്കാരം 2025 ഡിസംബർ 5 നൽകും. രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ്. 16ാമത് പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് 2026 നെതർലൻഡും ബെൽജിയവും സംയുക്തമായി ആതിഥ്യം വഹിക്കും. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമാണ് കുറാസോ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ ഹരിയാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായി. 34ാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. ഫൈനലിൽ ജപ്പാൻ താരം യുഷി തനഗയെ പരാജയപ്പെടുത്തി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം 2025 ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിന്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ രോഹിത് ശർമ്മ 1ാമത്. ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും രോഹിത്തിന്റെ പേരിലായി. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം കർണാടകയിലെ മൈസൂരുവിൽ നിലവിൽ വരുന്നു. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ടാക്സി. തമിഴ്നാട്ടിലെ മധുരയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമെന്ന് സർവേ. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നവംബർ 19 പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും റിസർവ് ബാങ്ക് 100 രൂപ നാണയവും പുറത്തിറക്കി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. സെന്റ്, പെന്നി നാണയത്തിന്റെ ഉൽപ്പാദനം അവസാനിപ്പിച്ച് US. 2025 നവംബർ 2 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. 4410 കിലോയാണ് ഭാരം. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. സ്പാർഷ് അഗർവാളാണ് വികസിപ്പിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ പട്ടിക. കേരളം 1ാമത്. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച് ബീഹാറിലെ ഗോഗാബീൽ തടാകം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് തടാകമാണ് ഗോഗാബീൽ. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യകലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക്. K. പൊന്ന്യം സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മയ്ക്ക്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും UN മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായ മിഷേൽ ബാഷ്ലെയ്ക്ക്. സംഗീത രത്നാകരം പുരസ്കാരം ഡോക്ടർ K. ഓമനക്കുട്ടിക്ക്. ലോകത്തെ ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന ഡൈനസോറിന്റെ അസ്ഥികൂടം അർജന്റീനയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ നിന്ന് ലഭിച്ചു. ബോളിവുഡ് ഇതിഹാസ താരം ധർമ്മേന്ദ്ര ധരം സിംഗ് ഡിയോൾ അന്തരിച്ചു. ബോളിവുഡിലെ ഹീമാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അരയാലുകളുടെ അമ്മ, വൃക്ഷമാതേ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്ക അന്തരിച്ചു. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പ്രശസ്ത ജാപ്പനീസ് ചലച്ചിത്ര താരം തത്സുയ നഗഡായി അന്തരിച്ചു. ഊർജാസൂത്രണ രംഗത്തെ പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ VK ദാമോദരൻ അന്തരിച്ചു. 2025
20ാമത് G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്നു. 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി 2025 നവംബർ 6 മുതൽ 21 വരെ ബ്രസീലിലെ ബെലേമിൽ നടന്നു. താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്രോ-AV ലീഡ്ലെസ് പേസ്മേക്കർ ചികിത്സ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ DRDO സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്തിനടുത്തുള്ള പൂവാറിൽ പ്രവർത്തനം തുടങ്ങുന്നു. ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള 6ാമത് ദേശീയ ജല പുരസ്കാരം മഹാരാഷ്ട്രയ്ക്ക്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ജല പുരസ്കാരം കണ്ണൂർ പായം ഗ്രാമപഞ്ചായത്തും ആന്ധ്രാപ്രദേശിലെ ദുബ്ബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തും പങ്കിട്ടു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വീണ്ടും എംബസി തുറന്ന് ഇന്ത്യ. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഗോവയിൽ നടന്നു. 14ാം ടൈക്കോൺ കേരള 2025 കുമരകത്ത് നടന്നു. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി ഇന്ത്യക്കാരനായ നാരായണ ഭട്ടതിരി ചുമതലയേറ്റു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. 10ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നടി കീർത്തി സുരേഷിനെ തെരഞ്ഞെടുത്തു. അരുണാചൽ പ്രദേശിൽ നിന്നും കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അപാതാനി കൊമ്പൻ തവളയെയും കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ ശിരുവാണി വനത്തിൽ നിന്നും അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതിരോധ പ്രതികരണം നടത്തുന്ന ഇരുനിറത്തവളയെയും കണ്ടെത്തി. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളമാണ് ന്യോമ. ഫാത്തിമ ബോഷ് ഫെർണാണ്ടസിന് 2025 വിശ്വസുന്ദരി പട്ടം. തായ്ലൻഡിൽ നടന്ന 74ാം വിശ്വസുന്ദരി മത്സരത്തിലാണ് മിസ് മെക്സിക്കോയായ ഫാത്തിമ കിരീടം ചൂടിയത്.